ഇവിടെ എന്താടോ പരിപാടി? താനാ കുക്ക് ചെയ്യണത്? കാര്യമായിട്ട് ആരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കുക്കിംഗ് ഒന്നും ചെയ്യാറൊന്നുമില്ല. ആരുടെ വീഡിയോ ഇവിടെ കണ്ടേക്കണേ? എന്താണ്? കാണാനൊക്കെ അടിപൊളിയാണ്, സൂപ്പറാണ്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റൂല. ആളുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടുന്ന സാധനങ്ങളായിരിക്കുള്ളൂ. കിട്ടുമെന്ന് പറയാനുണ്ട്, നമുക്കറിയാൻ പാടില്ലാത്ത സാധനം. എന്നിട്ടിപ്പ താനെന്താ ചെയ്യാൻ പോണു? ഇപ്പൊ ഈ അടുത്തൊരു വീഡിയോ ഉണ്ട്, അതിൽ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ പോണത്. എൻ്റെ ചെമ്മീൻ, പിന്നെ തൊണ്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ വെള്ളം എടുത്തിട്ടാണ് നമ്മ ബിരിയാണി ഉണ്ടാക്കണ സംഭവം ചെയ്യാൻ പോകുന്നത്. വെറുതെ വെള്ളം ഒഴിച്ച് തിളപ്പിക്കും, ഒരു ഇൻഗ്രീഡിയൻസ് ഇടൂല. വെറുതെ വെള്ളത്തിൽ തിളപ്പിക്കണം. പിന്നെ വെള്ളം കൊടുക്കാനായിട്ട് കുറച്ചു നേരം വെച്ച് തിളപ്പിക്കണം. അപ്പോൾ നമുക്ക് ഇതാക്കാം. ഇതിൽ നമ്മ സവാള ഇതാക്കാൻ പോകണ്ട, സവാള വറക്കാൻ പോയി. സവാള ഇതിന് വേണ്ടി ചെയ്യുന്നുണ്ട്. സവാള വറക്കണം ബിരിയാണിക്ക്. മാറി മാറി നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കാൻ കേട്ടാ. ആവട്ടെ, പിന്നെ ഉള്ള ഒരു ശുഷ്കാന്തി കാണിക്കണല്ലോ, അതുകൊണ്ട് ഇളകിക്കോ. ഈ ഷെഫിന് കുറെ അസിസ്റ്റന്റുമാര് വേണം. ഇതിപ്പോ റെഡി ആയിട്ടുണ്ട് മറ്റേ സ്റ്റോക്ക്. ഇനി ഈ സ്റ്റോക്ക് ഉപയോഗിച്ചാണ് നമ്മൾ അരി വേവിക്കാൻ പോകുന്നത്. ചെറിയൊരു ഗ്രേവി ഉണ്ടാക്കാൻ പോയിട്ട് ചെമ്മീൻ ഗ്രേവി. തക്കാളി കണ്ടിട്ട് തക്കാളിയിട്ട് ഒന്ന് വഴറ്റണം. അത് നമ്മൾ ഈ വറുത്ത് വെച്ച ഉള്ളി കുറച്ച് ഇതിലോട്ട് ചേർക്കേണ്ട. ഉള്ളി അല്ല, സവാള. സവാള അധികം ചേർക്കണ്ട, കുറച്ച് ചേർക്കാം മതി. എടോ, താനിവിടെ മറ്റേ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാ, ഇതൊക്കെ ഇടാൻ മറക്കരുതട്ടാ. അതൊക്കെ ഷെഫിന്റെ ഉത്തരവാദിത്തമാണ്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്നുള്ളത്. ക്യാമറ മാത്രം ചെയ്യുള്ളൂ, കുക്കിംഗ് ഫുള്ള് ഷെഫാണ്. കണ്ട, നമ്മ പറഞ്ഞുകൊണ്ടാണ് അതൊക്കെ ഇടണത്, അല്ലെങ്കിൽ അതൊന്നും ഇടൂലട്ടാ, മറന്നു. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് അരച്ച് വെച്ചിട്ടുണ്ടാവും. സാധനം ഇതിലോട്ട് ചേർക്കുന്നത് മഞ്ഞപ്പൊടിയാണ് കൂടി ചേർക്കുന്നത്. വെറും കുറച്ച്, അത് കുറച്ച് നമുക്ക് കുരുമുളക് പൊടി ഇങ്ങനെ ഇടണം. അവസാനം തിന്നാൻ പറ്റിയ അമ്മിച്ച് വേറെ ചോറും കറിയൊന്നും വെച്ചിട്ടില്ലട്ടാ. തന്റെ ഈ പ്രോൺസ് ബിരിയാണിയിലാണ് എല്ലാരും വെയിറ്റിംഗ്. എന്ത് ചെയ്യണമെന്ന് ഞാൻ മറന്നു. വീഡിയോ കണ്ടുവരുമെന്ന് തോന്നാണ്ട്. ഞങ്ങൾ ബ്രേക്ക് തരാൻ, താൻ പോയിട്ട് വേണമെങ്കിൽ വീഡിയോ കണ്ടിട്ട് അടുത്ത സ്റ്റെപ്പ് നോക്കിയിട്ട് വാ. അപ്പൊ നമ്മളുടെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. മസാല റെഡി ആയിട്ടുണ്ട്. ഇതിനിപ്പോ മസാല എടുത്തിന് മാറ്റി വെക്കാം. ചെമ്മീനില്ലേ, വെള്ളം ഗ്രേവി പാത്രത്തിലോട്ട് വെക്കാം. അങ്ങനെ അവരിത് ആ സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിനകത്ത്. കുക്കറിലാണ് ചെയ്യുന്നത്, പുള്ളി കുക്കറിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുക്കറിലാണ് ചെയ്യുന്നത്. പുള്ളി എന്ത് ചെയ്യണം അതിനെ നമ്മൾ ചെയ്യും. വേണ്ട ഇതിലോട്ട് ഇനി ഇതിലോട്ട് നമ്മൾ അളന്ന് വെച്ചേക്കണ സ്റ്റോക്ക് അളന്ന് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അത് ഒഴിക്കണ്ട. അടുത്തത് ഉപ്പിടണ്ട അതിലോട്ട്. ആവശ്യത്തിന് ഉപ്പിടാ.
ആദ്യേടോ തിളച്ചല്ല തിളച്ചൊക്കെ ഉണ്ട്. തിളച്ച് കഴിഞ്ഞപ്പോ നമുക്ക് ഈ അരി അങ്ങോട്ട് ഇടാം. 1 കിലോ റൈസ് അല്ലേ? ഇനി നമ്മത് ഇതിന്റെ ഇത് ചെയ്യണത് ആള് ചെയ്തേക്കണത് ഇതിൽ മറ്റേ വിസിൽ എന്ന് പറഞ്ഞാൽ ആ വെയിറ്റ് ഇടൂല. വെയിറ്റ് ഇടാണ്ട് നമ്മിത് അടച്ചിട്ട് ഒരു 7 മിനിറ്റ് ആണ് പറയണത്. നമ്മുടെ അരി എത്രയാണ് അതിന്റെ ഒന്നും അറിയില്ല. അമ്മച്ചി വേവ് കുറവായിരിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. ടൈം നോക്കട്ടെ കേട്ടോ. ടൈം ഒരു 5 മിനിറ്റ് എങ്കിലും ഇട്ട് നോക്കണം. എന്നിട്ട് നോക്കണം അതിന്റെ വെള്ളം വറ്റണ വരെ. അത് കഴിഞ്ഞിട്ട് ദമ്മടിക്കാനുള്ളതാണ്. വെല്ലുമ്മ കാണിച്ചെന്നില്ലേ? ചെമ്മീൻ കാണിച്ചെന്നില്ലേ? കുത്തുന്ന് പറഞ്ഞില്ലേ? ചെമ്മീൻ കുത്തുന്ന് പറഞ്ഞില്ലേ? ചെമ്മീൻ ബിരിയാണി തരാട്ടാ. വെല്ലിപ്പട സ്പെഷ്യലാണ്. വെല്ലിപ്പട സ്പെഷ്യലാണ്. ചെമ്മീൻ ബിയ തരാട്ടാ. സംഭവം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 5-6 മിനിറ്റ് ആയി. ഇതെന്താ അവസ്ഥ എന്ന് നോക്കട്ടെ. വെള്ളം ഇതിനൊപ്പം ഒന്ന് വറ്റിയിട്ടുണ്ട്. അങ്ങനെ വെള്ളം ഇതിലേക്ക് നമ്മി ഈ മസാല ഇട്ട് കൊടുക്കേണ്ട. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അല്ല എണ്ണ ഒന്നും ഒഴിക്കണ്ടേ? മസാല ചെമ്മീൻ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതിലോട്ട് ഈ മസാലയിലോട്ട്. ചെമ്മീൻ കൂടുതലാണ് മസാലയ്ക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില, പുള്ളി എൻ്റെ ഇടയിൽ വീഡിയോ കാണാൻ പോയൊക്കെയാ. ബൂം ബാങ്ങിന് വിളിക്കേണ്ടി വരുമോ? ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അതിനായിട്ട് കുറച്ച് ചെറുനാരങ്ങ അധികം വേണ്ട, ഒരു പകുതി ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കുക. അടിക്ക് പിടിക്കാതിരിക്കാൻ ഇത്തിരി നേരത്തെ സ്റ്റോക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ റൈസ് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോ നമ്മ കുക്കറിൽ ഇത് ഇടണം, വിസിലിടണം. എന്നിട്ട് നമ്മ കത്തിച്ചു കൊടുക്കുക. ഒറ്റ വിസിലാണ് കേട്ടോ പറഞ്ഞേക്കണം. ഒറ്റ വിസിൽ. ഒരാള് കുക്കിംഗ് കഴിഞ്ഞ് കുളിക്കാൻ പോയേക്കേണ്ട. ഇവിടെ അടുക്കള കിടക്കുന്ന കണ്ട നിങ്ങൾ. ഇതിനകത്ത് സംഭവം ഇരിപ്പുണ്ട്. അടുക്കള കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വിസിലൊക്കെ പോയി കുക്കറിന്റെ തുറക്കാൻ പോയേണ്ട. പറ എന്തേ പറയുന്നില്ലേ? കുറച്ചും കൂടി അറിയില്ല പോവാൻ. തുറന്നിട്ടുണ്ട്. എന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ആർക്കറിയില്ല. നോക്കിടേണ്ട. ചെമ്മീനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചിട്ടുണ്ട്. ഇച്ചിരി വെള്ളത്തിന്റെ കുറവുണ്ടായി. വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉഷാറായിട്ടുണ്ട്. മോന്റെ പ്രോൺസ് ബിരിയാണി സ്പെഷ്യൽ. അപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് ചെമ്മീൻ കിളിയതാണ്. സൂപ്പറാണ്. കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്, എന്നാലും നന്നായിട്ടുണ്ട്. അത് ഞാൻ കഴിക്കാം. നമ്മുടെ ഇത് കഴിയുമ്പോ സൂപ്പറാണല്ലോ.
കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? പ്രദേശത്തിലൊക്കെ നന്നായിട്ടുണ്ട്. ബിരിയാണി തിന്നാനുള്ള ഒരു ഉഷാറൊക്കെ എനിക്ക് കിട്ടുമ്പോൾ